ഇലക്ട്രോണിക്സ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് നമ്മൾ PCB ഡിസൈനെ കുറിച്ച് പഠിച്ചിരുന്നു. പിന്നെ അതിനകത്ത് ആദ്യത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരു സ്കീമാറ്റിക് വരയ്ക്കാനും രണ്ടാമത്തെ ക്ലാസ്സിൽ ആ സ്കീമാറ്റിക്കിൽ നിന്ന് എങ്ങനെ നമുക്ക് ഒരു PCB വരയ്ക്കാനും അതിന്റെ 3D ആയിട്ടുള്ള സ്ട്രക്ചർ എങ്ങനെ കാണാമെന്നുള്ളതിനെ പഠിച്ചിരുന്നു. ഇനി ഈ 2 കാര്യങ്ങൾ ചെയ്യുന്നതിന് നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഒരു ഫുട്പ്രിന്റ് വരയ്ക്കാനായിട്ടുള്ള ലൈബ്രറി വേണം. അതുപോലെ തന്നെ സ്കീമാറ്റിക് വരയ്ക്കാനായിട്ട് സ്കീമാറ്റിക് ലൈബ്രറി വേണം. അപ്പൊ ഈ പാർട്സുകളെല്ലാം നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഒരു ലൈബ്രറിയിൽ നിന്നാണ്. ഇത് പ്ലേസ് ചെയ്യാനായിട്ട് നമ്മൾ കോമ്പൗണ്ട് പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാമായിരുന്നു ഇവിടെ ഫുട്പ്രിന്റ് അല്ലെങ്കിൽ സ്കീമാറ്റിക് സിമ്പിൾ ഉള്ളതിന് നമുക്കൊരു ഗ്രീൻ ഇത് കാണുന്നത്. ചിലതിന് കാണും നമുക്ക് ഇവിടെ ഓൾറെഡി ആ ഗ്രീൻ ഓപ്ഷൻ ഇല്ല. അപ്പൊ അവിടെ നമുക്ക് കോമ്പൗണ്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അതുള്ളതിന് മാത്രമേ നമുക്ക് കോമ്പൗണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ഡിസൈൻ കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഒരു സ്കീമാറ്റിക് ലൈബ്രറി ഉണ്ടാക്കുന്നതെന്നും എങ്ങനെയാണ് ഒരു ഫുട്പ്രിന്റ് ലൈബ്രറി ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. അപ്പൊ ഞാനൊരു പുതിയൊരു പ്രൊജക്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. പിന്നെ അത് നമ്മളൊരു ഹാഫ് വേവ് റെക്ടിഫയർ ആണ് വരയ്ക്കാൻ പോകുന്നത്. അതിലൊരു റെക്ടിഫയർ വരയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് എനിക്ക് വേണ്ട ഒരു കോമ്പൗണ്ട് ആണ് P1000 എന്ന് പറഞ്ഞൊരു 10 ആംസ് ഡയോഡ്. അപ്പൊ നമുക്ക് ആദ്യം ആ 10 ആംസ് ഡയോഡിനകത്ത് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാൻ ഉണ്ടെന്നുള്ള കാര്യം. P1000 എന്ന് സെർച്ച് ചെയ്തു. അപ്പൊ നമുക്ക് ഒരു ഡയോഡ് വന്നാൽ ഇതാണ് എനിക്ക് വേണ്ട ഡയോഡ്. അതിന് ഓൾറെഡി സ്കീമാറ്റിക് ഫുട്പ്രിന്റ് ലൈബ്രറി ഇല്ല. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അന്നേരം ക്രിയേറ്റ് ന്യൂ കോമ്പൗണ്ട്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ന്യൂ കോമ്പൗണ്ട്സ് ഒരു ലൈബ്രറി ക്രിയേറ്റ് ആയി വരും. അപ്പൊ നമുക്ക് ഓൾറെഡി ഡിഫാൾട്ട് കോമ്പൗണ്ട് പേരും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ആദ്യത്തെ നെയിം മാത്രം ഞാൻ കളയുകയാണ്. ജസ്റ്റ് പാർട്ട് നമ്പർ മാത്രം ആക്കുവാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഈ പറഞ്ഞ പാരാമീറ്റർ ഒക്കെ നമുക്ക് ആവശ്യാനുസരണം മോഡിഫൈ ചെയ്യാം. ഇത് ഓൾറെഡി ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ചെയ്യുന്നില്ല. ഇത് റൈറ്റ് സൈഡിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ആഡ് സിമ്പിൾ ഫോർ സ്കീമാറ്റിക്കും ആഡ് ഫുട്പ്രിന്റ് ഫോർ PCB ഡിസൈനും ആണുള്ളത്. അപ്പൊ ഞാനിവിടെ സ്കീമാറ്റിക് സിമ്പിൾ ആദ്യം വരയ്ക്കണം. അതിന് ഇവിടെ ന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. ന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് സ്കീമാറ്റിക് സിമ്പിൾ വരയ്ക്കാനുള്ള പേജ് ഓപ്പൺ ആയിട്ട് വന്നു. ഇവിടെയാണ് നമുക്ക് വേണ്ട എല്ലാ സിമ്പിൾസും നമ്മൾ വരയ്ക്കുന്നത്. ഈ പർട്ടിക്കുലർ ഡയോഡിന്റെ ഇത് ഒരു ഡയോഡ് ആയതുകൊണ്ട് നമുക്ക് ഡയോഡിന്റെ സിമ്പിൾസ് ആണ് വരയ്ക്കുന്നത്. അപ്പൊ നമുക്കൊരു IC ആണ് വരയ്ക്കേണ്ടതായിരുന്നെങ്കിൽ നമുക്ക് ആദ്യം ഒരു റെക്ടാംഗിൾ അല്ലെങ്കിൽ ട്രയാംഗിൾ ഷേപ്പ് ഓപ്പാമാണെങ്കിൽ ട്രയാംഗിൾ ഷേപ്പോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിലായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ റെക്ടാംഗിൾ ഈ ബ്ലോക്കിൽ നിന്ന് മെനുവിൽ നിന്ന് റെക്ടാംഗിൾ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ റെക്ടാംഗിൾ ആയിട്ടുള്ള ഓപ്ഷൻ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ക്ലിക്ക് ചെയ്യുക, പ്ലേസ് ആവും, റൈറ്റ് ക്ലിക്ക് കഴിഞ്ഞ് പോകും. ഇതിന് നമുക്ക് പിൻസ് ആഡ് ചെയ്യണം. പിൻസ് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ പിന്നി ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കൊരു പിന്ന് വന്നു. നമ്മൾ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് നെയിം VCC എന്നുള്ള നെയിം വേണമെങ്കിൽ കൊടുക്കാം. VCC എന്ന് കൊടുത്താൽ പേര് വന്നു. പിന്നെ ഇതിന്റെ നീളം നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് എത്ര ലെങ്ത് ഉണ്ടെന്നുള്ള അതിന്റെ ഇവിടെ നമുക്ക് പിൻ ലെങ്ത് എന്നുള്ളത് 1 mm ആക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡയമെൻഷൻ നമുക്ക് ആവശ്യം മാറ്റാം. ഇത് നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് അകത്ത് ഇതേപോലെ പ്ലേസ് ചെയ്തു. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ രണ്ടാമത് ചെയ്യാനായിട്ട് സെയിം റിപ്പീറ്റ് ചെയ്യാൻ ഓട്ടോമാറ്റിക്കലി പിൻ നമ്പർ ആഡ് ചെയ്ത് വരും. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചാലും മതി. കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കാം. ചിലപ്പോൾ പിൻ നമ്പർ ഇപ്പൊ 5 എന്നുള്ള VCC ആയിരിക്കും, ചിലപ്പോൾ 1 ആയിരിക്കും VCC. നമുക്ക് ആവശ്യം ചെയ്ത് കൊടുക്കുക. 2 ഇപ്പൊ ഗ്രൗണ്ട് ആണെങ്കിൽ 2 ഇവിടെ റൈറ്റ് സൈഡിൽ 2 മാറ്റുക. അതിനുശേഷം VCC എന്നുള്ളത് മാറ്റിയിട്ട് ഗ്രൗണ്ട് എന്നുള്ളതാക്കുക. ഇനി ഇവിടെ ഇത് വേണമെങ്കിൽ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് പവർ ആണോ IO ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി മൂന്നാമത്തെ പിന്ന് വേണമെങ്കിൽ ഒന്നുകിൽ ഇവിടുന്ന് വീണ്ടും പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്ത ശേഷം നമുക്ക് മൂന്നാമത്തെ പിന്ന് വന്നു. നമുക്ക് ഞാൻ ഇപ്പൊ മാറ്റുവാണ് ഇൻപുട്ട് അല്ലെങ്കിൽ VIN അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സിഗ്നൽ നെയിം കൊടുത്തു. അതിന് ശേഷം നമ്മുടെ ലെങ്ത് വീണ്ടും ഇതേപോലെ നമുക്ക് 5 mm ആക്കി. ഇനി നമുക്ക് അതിന് റൊട്ടേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇതിനെ വേണമെങ്കിൽ മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. ഏതെങ്കിലും ഷേപ്പിൽ ഇഷ്ടമുള്ള രീതിയിൽ അത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു IC അല്ല ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ജനറൽ ആയിട്ട് ICയുടെ കാര്യമൊന്നും പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഡയോഡ് ആയതുകൊണ്ട് ഞാനിതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് നേരെ ഡയോഡ് പ്ലേസ് ചെയ്യാം. കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പൊ ഡയോഡിന്റെ സിമ്പിൾസിനായിട്ട് നമ്മൾ ഈ ഡയോഡ്സ് സിമ്പിൾസ് എന്നുള്ള ആരോഗ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഡിഫാൾട്ട് ആയിട്ട് പാസീവ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് കോമ്പൗണ്ടിന്റെ ഫുട്പ്രിന്റിന് വേണ്ടിയിട്ടുള്ള സിമ്പിൾസ് എല്ലാം ഇവിടെ ക്രിയേറ്റഡ് ആണ്. അപ്പൊ അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ലൈബ്രറിക്ക് വേണ്ട സിമ്പിൾസ് ക്രിയേറ്റ് ആയിട്ട് വന്നു. അതിനുശേഷം നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് ഇതിനുള്ള പേരുകൾ കൊടുക്കാം. ഇത് ഏത് പാർട്ടാണ്, നമുക്ക് എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ഈ താഴെ ഭാഗത്തായിട്ട് എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, സ്കീമാറ്റിക്കിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു പാർട്ട് നമ്പർ ആണെങ്കിൽ നമുക്ക് വേണ്ടെങ്കിൽ പാർട്ട് നമ്പർ കൊടുക്കുക. ഇല്ല നമുക്ക് ഡയോഡ് എന്റെ സ്പെക് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഡയോഡിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഡയോഡ് 50 volt 10 amps എന്ന് കൊടുത്തു. ഇത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിൾ ആയിട്ട് നമ്മൾ കഴിഞ്ഞു. ഇത് നമുക്ക് സേവ് ചെയ്ത് വെക്കണം. ഇതോടുകൂടി നമ്മുടെ സ്കീമാറ്റിക്
സിമ്പിൾ ക്രിയേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഫുട് പ്രിന്റ് ആണ്. അപ്പൊ ഫുട് പ്രിന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വീണ്ടും ഈ കോമ്പോണൻസിൽ പോവുക. ഇവിടെ താഴെ ഓപ്ഷൻ കാണാം സ്കീമാറ്റിക് ഇവിടെ അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെ ആഡ് ഫുട് പ്രിന്റ് എന്നുള്ളത് കാണാം. അതിൽ ആരോയെ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ കൊടുക്കുക. ന്യൂ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇനി ഫുട് പ്രിന്റ് വരയ്ക്കാനുള്ള ഒരു പേജ് വരും. ഇവിടെയാണ് നമ്മൾ ഫുട് പ്രിന്റ് വരയ്ക്കേണ്ടത്. അപ്പൊ ആദ്യം ഫുട് പ്രിന്റ് വരയ്ക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡാറ്റ ഷീറ്റ് എടുത്തിട്ട് ഇതിന്റെ ഡയമെൻഷനും കാര്യങ്ങളും എല്ലാം അറിയണം. അപ്പൊ അതിനായിട്ട് ഇപ്പൊ ഞാനിവിടെ ഓൾറെഡി ഒരു ഡാറ്റ ഷീറ്റ് ഈ പർട്ടിക്കുലർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ P1000 എന്നുള്ളത്. ഇതാണ് ഡയോഡിന്റെ ഷേപ്പും കാര്യങ്ങളെല്ലാം. അപ്പൊ നമുക്ക് ഡയോഡിന്റെ ഡയമെൻഷൻ അറിയാനായിട്ട് സൂം ചെയ്ത് പോയി കഴിഞ്ഞാൽ കാരണം ഇവിടെ ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് ഏകദേശം 8mm ഡയയും 7.mm ലെങ്ത്തും അതുപോലെ തന്നെ അതിന്റെ സോൾഡർ ചെയ്യാനുള്ള ലെഗ്സിന് 1.2mm ഡയ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊരു ത്രൂ ഹോൾ കോമ്പൗണ്ട് ആണ്. അപ്പൊ ത്രൂ ഹോൾ കോമ്പൗണ്ട് ആയതുകൊണ്ട് നമുക്ക് 2 ത്രൂ ഹോൾ പാർട്സ് ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ ഹോമിനകത്ത് പാർട്സിൽ പോയി കഴിഞ്ഞാൽ ഈ പാർട്സ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് പ്ലേസ് ചെയ്യാനുള്ള പാർട്സ് വരും. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്തു. അപ്പൊ നമുക്ക് 2 പാർട്ട് കാണും. അപ്പൊ ഈ ഒരു പാർട്ട് ഇവിടെയും ഒരു പാർട്ട് ഇവിടെയും വെച്ചു നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്തു. ഇനി ഒന്നാമത്തെ പാർട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഡയമെൻഷൻ കൊടുക്കാം. അപ്പൊ നമുക്ക് ഓൾറെഡി ഇത് ഞാൻ MM-ലോട്ടൊന്ന് മാറ്റുവാണ്. MM-ലോട്ട് മാറ്റി. അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ഓൾറെഡി നമ്മൾ നോക്കിയായിരുന്നു നമുക്ക് ഇതിന്റെ ഡയ 1.2mm. അപ്പൊ നമുക്ക് അതിനൊരു കുറച്ചുകൂടെ വലിയ ഡയ വേണം. 1.3 1.4 കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ പോയിട്ട് ഹോൾ സൈസിന്റെ ഇവിടെ 1.4 എന്ന് കൊടുത്തു, എൻ്റർ ചെയ്തു. ഇനി രണ്ടാമത് ഇപ്പൊ സോൾവ് ചെയ്യാനുള്ള ഏരിയ നമുക്കില്ല. ഇനി സോൾവ് ചെയ്യാനുള്ള ഏരിയ കൊടുക്കണം. അതിനായിട്ട് 1.4 ആയതുകൊണ്ട് ഞാൻ 2.8 ജസ്റ്റ് ഇരട്ടി ആക്കി കൊടുക്കുവാണ്. നമ്മുടെ മാനുവൽ സോൾഡറിംഗ് ഒക്കെ ആണെങ്കിൽ ഇച്ചിരി അതുപോലെ തന്നെ 10 ആംസ് ഡയ ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ലാർജ് പാടായിരിക്കും എപ്പോഴും നല്ലത്. അപ്പൊ ഇത്രയും കൊടുത്തു. നമുക്ക് ഇത്രയും തന്നെ വേണം നിർബന്ധമില്ല. ഇപ്പൊ നമുക്ക് 2.4 ആണെങ്കിൽ 2.4 കൊടുക്കാം. 2.4 കൊടുത്തു. ഇവിടെ നമ്മൾ 2.4 കൊടുത്തു. ഇത്രയുള്ള ഒരു പടയാവുന്നു. ഇനി ഇതിന് നമുക്ക് റെക്ടാംഗിൾ വേണം. പിൻ നമ്പർ 1 റെക്ടാംഗിൾ ആക്കണം അല്ലെങ്കിൽ പോസിറ്റീവ് റെക്ടാംഗിൾ ആക്കണം എന്നുണ്ടെങ്കിൽ ഈ റൗണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് റെക്ടാംഗിൾ ആയി കഴിഞ്ഞാൽ അവിടെ കാണാം. ഞാൻ ഇതൊരു മനസ്സിലാക്കാൻ എളുപ്പം ഞാനിപ്പോ ഇത് പിൻ നമ്പർ 1 എന്നുള്ള റെക്ടാംഗിളിൽ വെക്കുകയാണ്. അപ്പൊ നമ്മൾ പിൻ നമ്പറിന്റെ നെയിം ഇവിടെ 1 എന്ന് കൊടുക്കുകയാണ്. 1 എന്ന് കൊടുത്തു. ഇനി നമ്മൾ രണ്ടാമത്തെ പാർട്ട് ഇതേപോലെ ചെയ്യണം. രണ്ടാമത്തെ പാർട്ട് ഡയമെൻഷൻ നമുക്കറിയാം 1.4 ആണ് ഹോൾ സൈസ്. അതുപോലെ തന്നെ ഇത് 2.4 ആണ്, ഇതും 2.4 ആണ്. അത് എക്സ് ഡയമെൻഷനുള്ള Y ഡയമെൻഷനുള്ള ലെങ്ത് ആണ് ഈ പറഞ്ഞത്. ഇനി നമുക്ക് ഇത് പ്രോപ്പർ ആയിട്ട്, അതായത് നമുക്കിപ്പോ PCB വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ലെഗ് ബെൻഡ് ചെയ്തിട്ട് ഇപ്പൊ 2 സൈഡിൽ നിന്ന് ലെഗ് ബെൻഡ് ചെയ്യാനാണെങ്കിൽ ഇവിടുന്ന് ബെൻഡ് ചെയ്യാനുള്ള നീളം നമ്മൾ കണക്ക് കൂട്ടിയ ശേഷമാണ് നമുക്ക് ഇത് ബെൻഡ് ചെയ്യേണ്ടത്. നമുക്ക് ചേർത്ത് ബെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ ഇത് വേണമെങ്കിൽ ഒരു 3mm ഇതൊരു 3mm വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അപ്പൊ ഒരു റൗണ്ട് ഓഫ് ചെയ്യാനായിട്ട് 7 + 3 10mm, ഇങ്ങോട്ട് 10mm, ഇങ്ങോട്ട് മൊത്തം 13mm നമുക്ക് നീളം വേണ്ടി വരും. അപ്പൊ 13mm ഈവൻ 12 ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് എളുപ്പത്തിന് വേണ്ടി 12 എടുക്കാം. 12 എടുക്കണമെങ്കിൽ നമുക്ക് സെന്ററിൽ നിന്ന് 6 ഇങ്ങോട്ടും സെന്ററിൽ നിന്ന് 6 റൈറ്റിലോട്ടും പോകണം. അപ്പൊ നമ്മൾ ഇത് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ഇവിടെ XY കാണാം. XYയിൽ -6 എന്ന് എൻ്റർ ചെയ്യുക. അതിനകത്ത് -6 ഓട്ടോമാറ്റിക്കലി ഇത് കൃത്യമായിട്ട് പോയി പ്ലേസ് ചെയ്യും. ഇത് ഓൾറെഡി എക്സ് ആക്സിസ് ഇങ്ങോട്ടുള്ള ആക്സിസ് ഓൾറെഡി 0 ആയതുകൊണ്ട് അവിടെ നമുക്ക് മൂവ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഇത് മാറിയാണ് കിടക്കണമെങ്കിൽ ഇതുപോലെ മാറി ഇറങ്ങി അത് നമുക്ക് മാറ്റേണ്ടി വരും. ഇത് പ്രോപ്പർ ആയിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കി അറിയാം -6 0 വന്നു. ഇനി ഇതിന് ശേഷം റൈറ്റ് സൈഡിൽ പ്ലേസ് ചെയ്ത ശേഷം ഇത് നമുക്ക് കൃത്യമല്ല കിടക്കുന്നത്. അത് നമ്മൾ 6-ലാക്കണം. എൻ്റർ ചെയ്തു. ഇത് 0-ലല്ല, അതും നമുക്ക് 0-ലാക്കണം. പ്ലേസ് ചെയ്തു. ഇപ്പൊ കൃത്യമായിട്ട് നമുക്ക് പാർട്ട് രണ്ടും പ്രോപ്പർ ആയിട്ട് പ്ലേസ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടത് ഇതിന് ഒരു സിൽക്ക് സ്ക്രീൻ വരയ്ക്കും. സിൽക്ക് സ്ക്രീൻ വരയ്ക്കാനായിട്ട് ഈ ലൈൻ എന്നുള്ള ഓപ്ഷനിൽ പോയ ശേഷം പ്ലസ് സൈൻ വന്ന ശേഷം നമ്മൾ ടാബ് ഞെക്കുക. ടാബ് ഞെക്കി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലോട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വരും. അവിടെ നമ്മൾ ടോപ്പ് ലെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പ് ഓവർലേ ആക്കുക. ക്ലിക്ക് ചെയ്യുക. വീണ്ടും മൗസ് കൊണ്ടുവന്നിട്ട് ഈ പൗസ് ബട്ടൺ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് ഓവർലേ വരയ്ക്കാനായി. അപ്പൊ ടോപ്പ് ഓവർലേ വരയ്ക്കുമ്പോൾ നമുക്ക് വേണ്ട ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ ഫിസിക്കൽ സൈസ് എത്രയാണ് നമുക്ക് അറിയണം. ഫിസിക്കൽ സൈസ് നമുക്ക് ഇവിടെ ഓൾറെഡി അറിയാം. ഇതിന്റെ ഡയ എന്നുള്ളത് 8ഉം ലെങ്ത് എന്നുള്ളത് 7.5 ആണ്. അപ്പൊ നമുക്ക് 7.5 × 8 റെക്ടാംഗിൾ വരയ്ക്കണം. അപ്പൊ അതിനായിട്ട് നമ്മൾ വരച്ചു. ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. വരച്ചു. വേറെ ഒരെണ്ണം വരച്ചു. ഓക്കെ, ഇനി ഇതെത്രയാണ്? ഇത് നമുക്ക് 8 ആണ്. 8 ആക്കി. ഇത് 7.5 ആണ്. ഇത് കൃത്യം സെന്ററിൽ പ്ലേസ് ചെയ്യണം. സെന്ററിൽ പ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക്
കൺട്രോൾ ഒന്നുപോലെ ഡ്രാഗ് ചെയ്ത് കൊണ്ടൊന്ന് വെക്കാം. ചിലപ്പോൾ എല്ലാ കേസിലും ഡ്രാഗിങ് കൃത്യമായിട്ട് സെന്റർ ആയിക്കണമെന്നില്ല. സെന്റർ കൃത്യം ഡ്രാഗ് ചെയ്യുമ്പോൾ സെന്ററിൽ ആകുന്നില്ല. അപ്പൊ നമുക്ക് എന്നാ ചെയ്യുന്നത് വെച്ചാൽ അത് നമ്മുടെ ഗ്രിഡ് പ്രോപ്പർ ആയിട്ട് സെറ്റ് ആകാത്തതുകൊണ്ടാണ്. അപ്പൊ അതിന് എളുപ്പവഴി വെച്ചാൽ കൺട്രോൾ എക്സ് കൊടുക്കുക, എന്നിട്ട് ഈ സെന്റർ വെച്ച് കട്ട് ചെയ്യുക, അതിനുശേഷം കൺട്രോൾ വി കൊടുക്കുക, എന്നിട്ട് പ്രോപ്പർ ആയിട്ട് സീറോയിൽ പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇനി ഇതും അതേപോലെ തന്നെ കൺട്രോൾ എക്സ് കൊടുക്കുക, സെന്ററിൽ കട്ട് ചെയ്യുക, കൺട്രോൾ വി എടുക്കുക, അത് ഇവിടെ പ്രോപ്പർ ആയിട്ട് പ്ലേസ് ചെയ്യുക. ഇതിനുശേഷം ഇത് താഴത്തോട്ട് മൂവ് ചെയ്യുക. കൺട്രോൾ എക്സ്, കൺട്രോൾ വി, കൺട്രോൾ വി വരച്ചു. ഇത് നമുക്ക് ഇതിന്റെ ലെഗിന്റെ ചെറിയ ലെങ്ത് ആയിട്ട് വരയ്ക്കണം, എവിടാന്നുള്ളത് കാണിക്കാനായിട്ട്. ഓക്കെ, വരച്ചു. ഇത് നമുക്ക് ഇതിന്റെ നെഗറ്റീവ് മാർക്കിങ് അത് വരയ്ക്കാനായിട്ട് ഇപ്പൊ നമുക്ക് ഡയോഡ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡയോഡിന്റെ സിമ്പിൾസ് കഴിഞ്ഞു. ഇത്രയും സിമ്പിൾ ആയിട്ട് ആണ് ഡയോഡ് ഫുട്പ്രിന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഇതിനകത്ത് 3D കൂടി ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ കുറച്ചുകൂടെ നമുക്ക് ഈ പ്രൊഡക്റ്റ് അസംബിൾ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ള വിഷ്വൽ നമുക്ക് PCB ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ കാണാൻ പറ്റും. അപ്പൊ 3Dനകത്ത് പ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഓൾറെഡി ഏതെങ്കിലും സ്റ്റാൻഡേർഡ് 3D നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ അവൈലബിൾ ആണെങ്കിൽ അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു 3D ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്നാപ്പീഡിയ എന്നൊരു സൈറ്റ് ഉണ്ട്. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമുക്ക് വേണ്ട 3D അല്ലെങ്കിൽ ഫുട്പ്രിന്റ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പൊ അവിടെ നമുക്ക് 3D ഫുട്പ്രിന്റ് ഇല്ലെങ്കിൽ ആദ്യം ചിലപ്പോൾ 3D മാത്രമായിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഫുട്പ്രിന്റ് ഉദ്ദേശിക്കുന്ന ഫുട്പ്രിന്റ് ഇല്ലെങ്കിൽ നമുക്ക് 3D മാത്രമേ ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ അതിനായിട്ട് നമ്മൾ ആ പാർട്ട് നമ്പർ അടിച്ചു കൊടുത്താൽ മതിയാവും. എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പാർട്ടിന്റെ കാര്യങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്യും. അതിനകത്ത് ലൈബ്രറി ആയിട്ട് പാരാമീറ്റർ ആയിട്ട് ബന്ധപ്പെട്ടല്ല. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഇത് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഡാറ്റ ഷീറ്റ് അവൈലബിൾ ആണ്, സിമ്പിൾസ് അവൈലബിൾ ആണ്, ഫുട്പ്രിന്റ് അവൈലബിൾ ആണ്, 3D മോഡൽ അവൈലബിൾ ആണ്, സിമുലേഷൻ ഇത് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ടത് നമുക്ക് 3D മാത്രം മതി. നമ്മൾ ഓൾറെഡി ഫുൾ പ്രിന്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് 3D മതി. അപ്പൊ 3D ഒക്കെ നമുക്ക് അവൈലബിൾ ആയുള്ള 3D എങ്ങനെയാണ്, ഇത് നമുക്ക് ഡയറക്റ്റ് പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് ബെൻഡഡ് അല്ല. നമുക്ക് ഏതെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഞാൻ ഇനി അത് പ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് വീണ്ടും പോയി കഴിഞ്ഞിട്ട് ഇവിടെ 3D ബോഡി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. 3D ബോഡി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു മെനു വരും. അപ്പൊ നമ്മൾ ടാബ് ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ ജനറിക് എന്നുള്ള ഓപ്ഷൻ കാണാം. ജനറിക് സെലക്ട് ചെയ്യുക. ജനറിക് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫുട്പ്രിന്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ പ്രീവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. എന്നിട്ട് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇവിടെ പ്ലേസ് ആവാനുള്ള പോയിന്റിൽ PCBയിൽ പ്ലേസ് ആയി നിൽക്കും. അതിനുശേഷം പൗസ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇതിപ്പോ ആംഗിൾ ശരിക്കായിട്ട് വന്നൊന്നുമില്ല, പ്ലേസ് ചെയ്ത് നോക്കാം. 3 അടിച്ചു പോയി കഴിഞ്ഞാൽ ന്യൂമറി 3 അടിച്ചു കഴിഞ്ഞാൽ ഇത് പ്ലേസ് ആയിട്ട് കാണാം. നമുക്ക് വെർട്ടിക്കൽ ആയിട്ടാണ് പ്ലേസ് ആയതിനെ. അപ്പൊ ഇതിനെ തിരിച്ച് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ കോമ്പൗണ്ട് സെലക്ട് ചെയ്തിട്ട് 90 ഡിഗ്രി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്ലേസ് ആയി. ഇത് നമുക്ക് സ്പേസ് ഞെക്കി കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. കഴിഞ്ഞു. ഇത്രയും ഇനി പ്രോപ്പർ ആയിട്ട് ഒന്ന് അലൈൻ ചെയ്ത് വെക്കണം. സെന്റർ ആക്കി വെച്ചു. 3 അടിച്ച് വീണ്ടും വിഷ്വൽ എങ്ങനെയുണ്ട് നോക്കാം. അപ്പൊ നമ്മൾ ഇതിപ്പോ പ്രോപ്പർ ആയിട്ടല്ല, PCBയുടെ മേളിലാണ് ഇരിക്കേണ്ടത്. അപ്പൊ നമ്മൾ അതിന്റെ ഓഫ്സെറ്റ് 4 mm കൂട്ടി വയ്ക്കുകയാണ്, കാരണം ഇതിന് ഡയ 8 ആയതുകൊണ്ട് 4 mm വെച്ചു. നമുക്ക് ഇത് ബെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൾറെഡി ഈ ടൂളിനില്ല. അപ്പൊ ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാർട്ട് ആയതുകൊണ്ട് നമുക്ക് അതങ്ങനെ കിട്ടത്തില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് തന്നെയാണ് നമുക്ക് ഇനി നമ്മുടെ ആവശ്യത്തിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. ഇതേ പെർഫെക്ഷൻ നമുക്ക് ഒരുപക്ഷെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല, എന്നാലും ഭയങ്കര ബെറ്റർ ആയിട്ട് നമുക്ക് ഒരുപക്ഷെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ 2 ഞെക്കി വീണ്ടും ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമില്ല. ഇനി വീണ്ടും 3D പോയി 3D ബോഡി എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ടാബ് ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ സിലിണ്ടർ എന്നുള്ള ഓപ്ഷൻ കാണാം. ഈ സിലിണ്ടർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും തിരിച്ചു വരിക, ഈ സ്പൗസ് മാറ്റുക. അതിനുശേഷം നമുക്ക് എവിടെയാണ് വരയ്ക്കേണ്ടത് ഇപ്പൊ നമ്മൾ മാറ്റി വെച്ചു, പ്ലേസ് ചെയ്ത് ഒരു സിലിണ്ടർ ഷേപ്പ് വന്നു. ഈ സിലിണ്ടറിന്റെ റേഡിയസ് നമുക്ക് വേണ്ട 8 ഡൈ ആണ്. അപ്പൊ നമ്മൾ 4 റേഡിയസ് കൊടുത്തു. ഇനി ഇതിന് എത്രമാത്രം നീളമുണ്ട്, 7.5 mm നീളം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ 7.5 mm ഹൈറ്റും കൊടുത്തു. നമുക്കിത് എങ്ങനെയായിട്ട് വന്നിട്ടുണ്ടെന്ന് നോക്കാം. 3 അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ സിലിണ്ടർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിന് 90 ഡിഗ്രി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കാം. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ഇനി നമ്മൾ സെലക്ട് ചെയ്തിട്ട് സ്പേസ് ആക്കി ആവശ്യാനുസരണം വന്നു. ഇനി നമുക്ക് ഇത് ഹൈറ്റ് കൂട്ടി വെക്കണം. അപ്പൊ വീണ്ടും നമ്മുടെ ഹൈറ്റ് അറിയാം 4 mm ആണ് റേഡിയസ്. അപ്പൊ നമ്മൾ 4 mm വെച്ചു. നമ്മൾ റൗണ്ട് ഞെക്കി കഴിഞ്ഞാൽ 2 ഞെക്കി കഴിഞ്ഞാൽ 2 ഞെക്കി നമ്മൾ പ്രോപ്പർ ആയിട്ട് പ്ലേസ് ചെയ്ത് വെച്ചു.
അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ. ഇനി ഡയോഡിന്റെ കളർ മിക്കവാറും ബ്ലാക്ക് ആയിരിക്കും. അപ്പോൾ അത് മാറ്റാനായിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഡിസ്പ്ലേക്കകത്ത് ഈ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലാക്ക് ഞെക്കി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ബ്ലാക്ക് ആവും. കണ്ടോ, ബ്ലാക്ക് ആയി. ഇനി നമുക്ക് ഇതിനകത്തൊരു മാർക്കിംഗ് വരുത്തണം. അതിനായിട്ട് വീണ്ടും 3D 2D വ്യൂവിൽ വന്നിട്ട് 3D ബോർഡിൽ ഞെക്ക് ചെയ്യുക. ഇവിടെ വീണ്ടും ടാബ് ഞെക്കിയിട്ട് സിലിണ്ടറിൽ പോവുക. എന്നിട്ട് വീണ്ടും നമ്മൾ മൗസ് വന്നിട്ട് ഒരു സിലിണ്ടർ വരയ്ക്കുക. പഴയ ഡയമെൻഷൻ വീണ്ടും. ഈ പ്രാവശ്യം നമുക്ക് റേഡിയസ് ശരിയായി. 8-നേക്കായി ഒരു പൊടിക്ക് കൂട്ടി വെക്കണം. അത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. 4.01 ആക്കി വെച്ചു. ഇനി ഹൈറ്റ് നമുക്ക് ഒരു 0.5 ആക്കി വെച്ചു. ഓക്കെ, അതിനുശേഷം ഇത് 90 ഡിഗ്രി ഞാൻ റൊട്ടേറ്റ് ചെയ്യുകയാണ്. 90 റൊട്ടേറ്റ് ചെയ്തു. ഇത് നമുക്ക് ഇതേപോലെ ഒരു ഇത് കിട്ടി. നമ്മൾ 3 അടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇത് സ്പേസ് ആക്കിയിട്ട് ഇത് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാനുള്ളതാണ്. 2 അടിച്ചു. ഇനി ഇതിന്റെ കളർ നമുക്കൊന്ന് മാറ്റണം. ഇവിടെ എനിക്ക് വൈറ്റ് ആക്കി ഞാൻ. ഇനി ഇത് നമുക്ക് ഇവിടെ വയ്ക്കണം. ഓക്കെ, ഇനി ഇതേ പാർട്ടിന്റെ തന്നെ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഈ കുഞ്ഞു പാർട്ട് സെലക്ട് ചെയ്യുക. ശേഷം സ്റ്റാൻഡേർഡ് ഹൈറ്റ് 4 ആക്കി വെക്കുക. നമുക്ക് നോക്കാം. ഇല്ല, ഇപ്പൊ കറക്റ്റായി. രണ്ടും കൃത്യം 0-0 വെച്ചാൽ നമുക്ക് അതിന് കിട്ടത്തുള്ളൂ. ഇത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഒരു പൊടിക്ക് ഡയമെൻഷൻ കുറച്ച് കൂട്ടി കൊടുത്തിരുന്നു. അത് എന്തിനാന്ന് വെച്ചാൽ ഇത് രണ്ടും സെയിം ഡയമെൻഷൻ ആയി നമുക്ക് ഈ വൈറ്റ് മാർക്ക് കാണാൻ പറ്റത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇതിന്റെ ഡയമെൻഷൻ ഞാൻ പൊടിക്ക് കൂട്ടി കൊടുത്തത്. ഇപ്പൊ ഡയോഡിന്റെ ബോഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ലെഗ് വരയ്ക്കണം. അപ്പൊ ലെഗ് നമുക്ക് ഇങ്ങനെ ബെൻഡ് ആയിട്ട് വരയ്ക്കാൻ, ഡയറക്റ്റ് വരയ്ക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വീണ്ടും 3D ബോഡി എടുത്തു, സിലിണ്ടർ ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. ഇതിനുശേഷം സിലിണ്ടറിന്റെ ഇതിന്റെ ഡയ നമുക്കറിയാം 1.2 ആണ്. അപ്പൊ 1.2 എന്നുള്ളത് കുറച്ച് നേർ പകുതിയാക്കി 0.6 എന്നുള്ളത് കൊടുത്തു. ഇനി ഹൈറ്റ് നമുക്ക് താഴത്തോട്ട് സോൾഡർ ചെയ്യാനുള്ളത് +4 mm ന്റെ ഡയ കൂട്ടിക്കഴിഞ്ഞാൽ 6 mm കൊടുക്കാൻ പറ്റും. 6 mm കൊടുത്തു. ഇനി ഇത് നമുക്ക് നോക്കാം. നമുക്ക് ആവശ്യാനുസരണമുള്ള ഷേപ്പിൽ ഇത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 എണ്ണം വേണം, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. അതിനായിട്ട് ഇതിനെ കോപ്പി ചെയ്യാം. Ctrl+C കോപ്പി ചെയ്തു, Ctrl+V ഇവിടെ പ്ലേസ് ചെയ്തു. ഇതിനുശേഷം ഇതിനെ ഇവിടെ പ്ലേസ് ചെയ്തു. നമുക്ക് നോക്കാം. ഇതേപോലെ വന്നിട്ടുണ്ട്. കുറച്ച് താഴത്തോട്ട് ഇറങ്ങിയിരിക്കണം അതില്ല. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത ശേഷം 2 mm നമ്മൾ -2 കൊടുത്തു കഴിഞ്ഞാൽ PCB സോൾവ് ചെയ്യാനുള്ള ഇത് ഇറങ്ങിയിരിക്കും. ഉണ്ടോ? ഇനി നമുക്കിത് ഹൊറിസോണ്ടൽ ആയിട്ട് ഓർമ്മ വേണം. അപ്പൊ അതിനായിട്ട് നമ്മൾ വീണ്ടും 3D അത് കോപ്പി പേസ്റ്റ് ചെയ്താലും മതി. ഇല്ലെങ്കിൽ ഇതേപോലെ വരയ്ക്കാം. വരച്ചു. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ ഡയമെൻഷൻസ് എല്ലാം വീണ്ടും കൊടുത്തു. 4 mm. അത് കാരണം സിലിണ്ടറിന്റെ ഉള്ളിൽ പോലും നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ, ഈ സെഷൻ നമുക്ക് ഇതേപോലെ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കൃത്യം 0 പ്ലേസ് ആയിക്കോളൂ. ആയി. ഇനി നമുക്ക് അതേപോലെ തന്നെ കോപ്പി ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ വരണം വേണം. നമുക്ക് ഇത് എങ്ങനെയുണ്ട് നോക്കാം. നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള 3D കിട്ടി. ഇത് ഇങ്ങനെ കർവ്ഡ് ആക്കാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇത് വരാതിരുന്നത്. അത് നമുക്ക് 3D ആയി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഒരു ഫുട് പ്രിന്റ് ക്രിയേറ്റ് ചെയ്തു. അതിന്റെ പാഡിന്റെ ഡയമെൻഷൻ കൊടുത്തു. അതിനുശേഷം ടോപ്പ് ഓവർലേ വരച്ചു. ദെൻ 3D ആയി. ഇപ്പൊ നമുക്ക് എല്ലാ കർവ്ഡും കഴിഞ്ഞ് നമുക്ക് സേവ് ചെയ്യാം. ഇനി നമുക്ക് കോമ്പൗണ്ട് വ്യൂവിൽ ഒന്ന് പോയി നോക്കാം. കോമ്പൗണ്ട് വ്യൂ പോയി നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും 3D ആയിട്ട് ഫുട് പ്രിന്റും മാറ്റി സിമ്പിൾസും വരച്ചു വെച്ചേക്കുന്നത്. ഇന്ന് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാനിവിടെ എഡിറ്റ് ചെയ്യാനുള്ള പോവാണ്. ജസ്റ്റ് ഇത് പിൻ നമ്പർ 1 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നെയിം ആനോടാണ്. അപ്പൊ ഇത് സെയിം ആയിരിക്കണം. ഈ ഡെസിഗ്നേഷൻ നമ്പർ 1 എവിടെയാണോ 1 ആനോടും 2 കാതോടും ആയിരിക്കണം. അപ്പൊ അത് നമ്മൾ പിൻ നമ്പറിന്റെ പേര് കൊടുക്കുമ്പോൾ തന്നെ സ്കീമാറ്റിക്കിൽ പോയിട്ട് അത് വെരിഫൈ ചെയ്തോളണം. 1, 2 ആണ്. ഇവിടെ പിൻ നമ്പർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ മറന്നുപോയി. അപ്പൊ പാട് സെലക്ട് ചെയ്ത ശേഷം ഇത് നമ്മൾ 2 കൊടുക്കണം. ഇത് കംപ്ലീറ്റ് ആയി. അങ്ങനെ എന്തെങ്കിലും എറർ ഉണ്ട് നമ്മൾ ചെക്ക് ചെയ്തോണ്ട്, അല്ലെങ്കിൽ ഇത് പ്രോപ്പർ ആയിട്ട് കണക്ഷൻ ആയി വരത്തില്ല. ശേഷം നമുക്ക് ഇത് സേവ് ചെയ്യാം. ശേഷം നമ്മൾ സേവ് ചെയ്തു. അങ്ങനെ നമ്മുടെ സ്കീമാറ്റിക് സിമ്പിൾസും ഫുട് പ്രിന്റ് സിമ്പിൾസും ഇവിടെ വരച്ചു കഴിഞ്ഞു. നമുക്കിത് സെർവറിൽ ഒന്ന് സേവ് ചെയ്ത് വെക്കാം, നമുക്ക് പിന്നീട് ഉപയോഗിക്കാനായിട്ട്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കണ ഒരു ത്രൂ ഹോൾ കോമ്പൗണ്ട് ആണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ഒരു എസെൻട്രിക് കോമ്പൗണ്ട് ഫുട് പ്രിന്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് വീണ്ടും നമുക്ക് ഒരു എസെൻട്രിക് കോമ്പൗണ്ട് നമുക്ക് ആഡ് ചെയ്യണം. ഇപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടി ഏറ്റവും എളുപ്പം വരുന്നത് TLC സെർച്ച് ചെയ്തു.
ഈ ഒരു പാർട്ടിന് നമുക്ക് സ്കീമാറ്റിക് ലൈബ്രറി ഇല്ല. നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഇതേപോലെ സെയിം ഓപ്ഷൻ തന്നെ കൊടുത്തു. ക്രിയേറ്റ് ന്യൂ കോമ്പൗണ്ട്, ഇതെല്ലാം സെയിം ആണ്. നമുക്ക് പേര് അതിന്റെ പാർട്ട് നമ്പർ മാത്രമായിട്ട് കൊടുത്തു. അതിനുശേഷം ICയിൽ ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് തൊട്ട് മുമ്പ് പറഞ്ഞതുകൊണ്ട് അതിവിടെ ആഡ് ചെയ്യുന്നില്ല. നേരെ പറഞ്ഞതായിട്ട് നമ്മൾ പുതിയ ഫുട്പ്രിന്റിലോട്ട് പോവാണ്. അപ്പോൾ പുതിയ ഫുട്പ്രിന്റ് കൊടുത്തു. ന്യൂ കൊടുത്ത ശേഷം ഇതേപോലെ പേജ് വന്നു. അപ്പൊ നമുക്കറിയാം ഈ ICക്ക് അത് നമ്മൾ ഞാൻ ഡാറ്റ ഷീറ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 8 പിന്നാണ്. SOIC 8 പിന്നാണ്. അപ്പൊ ഇതിന്റെ ഡയമെൻഷനും കാര്യങ്ങളും ഇവിടെ എല്ലാം ഉണ്ട്. ഈ രീതിയിലാണ് ഇത് പ്ലേസ് ചെയ്യേണ്ടത്. നമുക്ക് 8 പിന്ന് വേണം. അപ്പൊ 8 പിന്ന് വേണം. അതിനായിട്ട് നമ്മൾ പാടി പോയി നമ്മൾ ഫസ്റ്റ് പിന്ന് പ്ലേസ് ചെയ്തു. അപ്പൊ ഇതിപ്പോ നമുക്ക് ത്രൂ ഹോൾ റൗണ്ട് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ നമുക്ക് വേണ്ട ഷേപ്പിലോട്ട് ഇത് മാറ്റി. അപ്പൊ ആദ്യം വീണ്ടും നമ്മൾ ഡാറ്റ ഷീറ്റിൽ പോയിട്ട് ഇതിന്റെ ഡയമെൻഷൻ നോക്കി നമുക്ക് നീളം 1.55 mm വിഡ്ത്ത് 0.6 mm ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് ആ ഡയമെൻഷനോട്ട് ഇതൊന്ന് മാറ്റാം. അപ്പൊ നമ്മൾ ഇതിനെ സെലക്ട് ചെയ്ത ശേഷം സെലക്ട് ചെയ്ത് റൈറ്റ് സൈഡിൽ കാണാം ഇതിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ വന്നേക്കണം. അവിടെ നമുക്ക് ഇവിടെ വേണ്ടത് ത്രൂ ഹോൾ അല്ല SMD ആണ്. അതെങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ മൾട്ടി ലെയറിൽ പോയിട്ട് ജസ്റ്റ് അപ്പ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് ലെയർ എന്ന ഓപ്ഷൻ കാണാം. അതിൽ സെലക്ട് ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക് ടോപ്പ് ലെയറിൽ മാത്രമായിട്ട് വരും. അല്ല ഇത് ബോട്ടം ലെയർ ആണ് നമുക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നേരെ സ്ക്രോൾ ചെയ്തിട്ട് ബോട്ടം ലെയർ ആയിട്ട് വന്നു. നമ്മളിതിപ്പോ ടോപ്പ് ലെയറിലായതുകൊണ്ട് ഞാനിവിടെ ടോപ്പ് ലെയർ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ടോപ്പ് ലെയർ ആക്കി. ഇനി ഇതിന് ശേഷം ഡയമെൻഷൻ നമുക്ക് റീഡയമെൻഷൻ ചെയ്യണം. അപ്പൊ അതിനായിട്ട് നമുക്കറിയാം, ഞാൻ വീണ്ടും MM ഒന്ന് മാറ്റട്ടെ. അതിനുശേഷം ഇതിന്റെ നീളം 1.55 mm ആണ്. അത് നമ്മൾ കൊടുത്തു. വീതി 0.6 ആണ്. 6 കൊടുത്തു. ഇതൊരു റൗണ്ടഡ് ആയിട്ടുള്ള എഡ്ജ് ആണ്. അത് നമുക്ക് മാറ്റി റൗണ്ട് ഒന്നോട് ഫുൾ റെക്ടാങ്കിൾ ആക്കാം. ഇല്ലെങ്കിൽ ഈ PCB ഇതിന്റെ ഡ്രോയിങ് കൊടുത്തേക്കണ പോലെ തന്നെ ചെറിയ കർവ്ഡ് ആയിട്ടുള്ള റെക്ടാങ്കിൾ ആക്കാം. അപ്പൊ അതിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ റൗണ്ട് റെക്ടാങ്കിൾ എന്ന് കൊടുക്കാൻ പറ്റും. ഇനി എത്രമാത്രം റൗണ്ട് വേണം എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇത് 10% ആണെങ്കിൽ റൗണ്ട് ഭയങ്കരമായിട്ട് കുറയും. 25% ആണെങ്കിൽ കുറച്ചുകൂടെ കൂടും. 50 ആണെങ്കിൽ കുറച്ചുകൂടെ കൂടും. 100 ആണെങ്കിൽ ഫുൾ റൗണ്ട് ആവും. ഞാൻ സാധാരണ 25 ആണ് കൊടുക്കാറ്. ഇപ്പൊ നമുക്ക് 25 കൊടുത്തു. നമുക്ക് ആ കാര്യം ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ പിൻ നമ്പറിന്റെ പ്രോപ്പറായിട്ട് പേര് കൊടുക്കുക 1. ഇനി നമുക്ക് ഇതേപോലെ 8 എണ്ണം വേണം. അപ്പൊ ജസ്റ്റ് ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുക. കോപ്പി 1 2 8 പിന്നായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിനും 8 എണ്ണത്തിന് ജസ്റ്റ് എന്തിനാണ് നമുക്ക് 8 പേര് കൊടുത്തോണം. അപ്പൊ നമ്മൾ 8 വരെ പ്ലേസ് ചെയ്തു. ഇനി ഇത് പ്രോപ്പർ ആയിട്ട് ഓരോ സ്ഥലത്തും പ്ലേസ് ചെയ്യണം. അതായത് XY കോർഡിനേറ്റിൽ ഇത് റീഅറേഞ്ച് ചെയ്യണം. അപ്പൊ നമ്മൾ ഡാറ്റ ഷീറ്റിലോട്ട് പോയിട്ട് ഡാറ്റ ഷീറ്റിൽ പറഞ്ഞിട്ടുണ്ട് X എന്നുള്ള ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 5.4 ആണ്. അപ്പൊ 5.4 ഡിവൈഡ് ബൈ 2 ആയിരിക്കും ലെഫ്റ്റ് സൈഡ്. അതുപോലെ തന്നെ 5.4 ഡിവൈഡ് ബൈ 2 ആയിരിക്കും റൈറ്റ് സൈഡ്. അപ്പൊ നമുക്ക് ആദ്യം അത് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതെല്ലാം പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യാം. അപ്പൊ നമ്മൾ ഇതേപോലെ സെലക്ട് ചെയ്തു. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ആക്കി അതിനുശേഷം അലൈൻ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ട് അലൈൻ ടു ലെഫ്റ്റ് കൊടുത്തത് ഓട്ടോമാറ്റിക്കലി എല്ലാം സെൻട്രൽ അലൈൻ ചെയ്ത്, അതുപോലെ തന്നെ റൈറ്റ് സൈഡും ചെയ്തു. ഒന്ന് ചെയ്യാൻ പറ്റും നമുക്കിത് അലൈൻ ടു റൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇത് ലെഫ്റ്റ് എന്നുള്ള 5.4 ഡിവൈഡ് ബൈ 2 ആണ്. അതായത് 2.7. നമുക്കിവിടെ 2.7 എന്ന് കൊടുക്കാം. -2.7 ലെഫ്റ്റ് സൈഡിലും +2.7 റൈറ്റ് സൈഡിലും കൊടുത്തു. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് വൈയിലുള്ള പൊസിഷൻ ആണ്. വൈയിലുള്ള പൊസിഷൻ അറിയാം. ഈ സെന്ററിൽ നിന്ന് ഇത് തമ്മിലുള്ള സ്പേസ് 1.27 ആണ്. അപ്പൊ ഈ സെന്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ലൊക്കേഷൻ 1.27 ഡിവൈഡ് ബൈ 2 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇത് പിൻ നമ്പർ 1 2 3 4. അപ്പൊ നമുക്ക് 2 ആദ്യം പ്ലേസ് ചെയ്യാം. 2ന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 1.27 ഡിവൈഡ് 635 വന്നു. നമ്മൾ എൻ്റർ ചെയ്തു. അതേപോലെ തന്നെ ഇത് -0.635 ആയിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് 635 അതും കഴിഞ്ഞു. അതേപോലെ തന്നെ ഇനി ഇത് പ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് എൻ്റർ ചെയ്യണമെന്നില്ല, പകരം ഒരു എളുപ്പ വഴിയുണ്ട്. ഇത് സെലക്ട് ചെയ്യുക, എൻ്റർ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അലൈൻ കൊടുക്കുക, അലൈൻ ടു ടോപ്പ്. ഏതാണോ ടോപ്പിലോട്ടാണോ അലൈൻ ചെയ്യേണ്ടതെങ്കിൽ, ഇത് താഴെയാണെങ്കിൽ നമുക്ക് ടോപ്പിലോട്ടാണ് മാറേണ്ടത്. അപ്പൊ അലൈൻ ടു ടോപ്പ് കൊടുക്കുക, റൈറ്റ് സൈഡ് ചെയ്യുക, അലൈൻ ടു ടോപ്പ് കൊടുക്കുക. അത് പ്രോപ്പർ ആയിട്ട് വന്നു. അതുപോലെ ഇതും അലൈൻ ടു ടോപ്പ് ആണ്. അലൈൻ ടു ടോപ്പ് കൊടുക്കുക. ഇത് രണ്ടും സെയിം ഡയമെൻഷനിൽ വന്നു. ഇനി ഇത് 1.27
പ്ലസ് 0.635 ആണ്. അതായത് ഈ ഡയമെൻഷന്റെ ഇത് പ്ലസ് 1.27. അപ്പൊ ഏതാണ്ട് 1.9 1.905 വരും എനിക്ക് തോന്നുന്നു. ഓക്കെ, അതും കഴിഞ്ഞു. ഇതും അതേപോലെ തന്നെ ക്ലോസർ ആയിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. 1.905 എനിക്ക് കറക്റ്റ് ആണെന്ന് തോന്നി, ഞാൻ കാൽക്കുലേറ്റ് ചെയ്തതാണ്. ശേഷം നമുക്ക് ഇതുപോലെ 8 സെയിം ഡയമെൻഷൻ ആയിരിക്കുമല്ലോ. നമ്മൾ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, അലൈൻ ടു ടോപ്പ് കൊടുക്കുന്നു, അലൈൻ ടു ടോപ്പ്. ഇപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. പാർട്സ് എല്ലാം കൃത്യം. നമുക്ക് ഈ ഡയമെൻഷൻ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. കൺട്രോൾ എം ഞെക്കി പിടിച്ചിട്ട് നമ്മൾ സെന്റർ ടു സെന്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഡയമെൻഷൻ 1.25 mm. ഓക്കെ, അത് വീണ്ടും കൺട്രോൾ എം ഞെക്കി ഹൊറിസോണ്ടൽ ഡയമെൻഷൻ 5.4. നമ്മുടെ ഡയമെൻഷൻ എല്ലാം കറക്റ്റ് ആണ്. ഇനി നമുക്കിനകത്ത് സിൽക്ക് സ്ക്രീൻ വരയ്ക്കാം. സിൽക്ക് സ്ക്രീൻ വരയ്ക്കാനായിട്ട് ലൈനിൽ പോവുക, ലൈനിൽ പോയിട്ട് ടാബ് ഞെക്കുക, ടാബ് ഞെക്കിയിട്ട് ടോപ്പ് ഓവർലേ വരിക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഡയമെൻഷൻ നമ്മൾ വരയ്ക്കുകയാണ്. ഐസ് വരയ്ക്കുമ്പോൾ ചെറുത് കെർവ്ഡായിട്ട് ഇങ്ങനെ വരയ്ക്കാറുണ്ട്. അപ്പൊ ഞാൻ ഷിഫ്റ്റ് സ്പേസ് ആക്കിയിട്ട് ഇത് സെന്ററിൽ നമുക്കൊന്ന് വയ്ക്കാം. കൺട്രോൾ എക്സ് കൊടുത്ത് കട്ട് ചെയ്ത് സെന്റർ പ്ലേസ് ചെയ്തു. ഇത് നമ്മൾ വീണ്ടും അറേഞ്ച് ചെയ്ത് ലൈൻ വരച്ച് കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ ഫുട് പ്രിന്റ് കഴിഞ്ഞിട്ട് പിന്നെ പിൻ നമ്പർ 1 വേണമെന്ന് മാർക്ക് ചെയ്യാം. പിൻ നമ്പർ 1 സാധാരണ ഞാൻ മാർക്ക് ചെയ്യാറുണ്ട് ഐസിക്ക്. അത് പല രീതിയിൽ മാർക്ക് ചെയ്യാൻ പറ്റും. റൗണ്ട് ഇടാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ആരം ഇടാൻ പറ്റും. നമുക്ക് ഫുൾ സർക്കിൾ ആയിട്ട് ഇട്ട് വയ്ക്കാം. ഇപ്പൊ കാണാൻ എളുപ്പത്തിന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചു. അതിനർത്ഥം നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒന്നുമില്ല ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം. അപ്പൊ റൂട്ട് ചെയ്യുന്ന സാധാരണ ഇതിലെ ആയതുകൊണ്ട് വേണമെങ്കിൽ ഇവിടെ വെക്കാം, അല്ലെങ്കിൽ ഇവിടെ വെക്കാം. അതായത് പിൻ നമ്പർ ഞാനിപ്പോ ഇതിനെ അടുത്ത് വെച്ചു. പിൻ നമ്പർ 1 മാർക്ക് ചെയ്തു. ഇപ്പൊ നമ്മുടെ ഞാൻ സേവ് ചെയ്തു. ഇനി നമുക്ക് ആകെ ഇപ്പൊ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് 3D ആഡ് ചെയ്യാം. ഇപ്പൊ 3D ആഡ് ചെയ്യുന്ന പോലെ പഴയ പോലെ നമുക്ക് 3D ബോഡി പോയിട്ട് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ എക്സ്ട്രൂഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീഫോൾട്ട് ആയിരിക്കും. നമുക്ക് ഇതുപോലെ ഒരു 3D ഇവിടെ ജസ്റ്റ് ഇങ്ങനെ വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് IC ഇപ്പൊ 3 അടിച്ചു പോയി കഴിഞ്ഞാൽ കാണാം ഒരു IC വന്നിട്ടുണ്ട്. പക്ഷെ ഇത് കാണാൻ ഒരു ഭംഗിയില്ല. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഒറിജിനൽ IC ഡിസൈൻ ഇമ്പോർട്ട് ചെയ്യാൻ നോക്കാം. അപ്പൊ അതിനായിട്ട് വീണ്ടും ഇവിടെ സ്നാപ്പ് മാജിക്കിൽ വന്നു. അപ്പൊ നമുക്ക് ഈ ICയുടെ SOS ICയുടെ മോഡൽ നെയിം എന്ന് പറഞ്ഞത്, അതായത് പാക്കേജിന് എന്ന് പറഞ്ഞ SOIC ആണ്. SOIC എത്ര പിന്നാണ് അത്? SOIC 8 പിന്നാണ്. അപ്പൊ SOIC 8 നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. SOIC 8 എന്ന് കൊടുത്താൽ ഓൾറെഡി ഉള്ള സ്റ്റാൻഡേർഡ് ഫുട് പ്രിന്റ് നമുക്ക് കിട്ടും. നമ്മൾ ഏതിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ICയുടെ പാർട്ട് നമ്പർ അടിച്ചു കൊടുത്താലും മതി. TA തന്നെ SOIC 8 വന്നിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് 3D മോഡൽ അവൈലബിൾ ആണ്. നമ്മളത് സെലക്ട് ചെയ്ത് 3D മോഡലിൽ പോയി 3D മോഡൽ ഇവിടെ ഉണ്ട്. നമ്മൾ ഡൗൺലോഡ് ചെയ്തു, ക്ലോസ് ചെയ്ത് 3D മോഡിൽ പോയി നമ്മൾ ടാബ് ഞെക്കിയ ശേഷം ഈ ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ചൂസ് എന്നുള്ളത് ലിസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഡൗൺലോഡ് ചെയ്തത്. ഇവിടെ പ്രീവ്യൂ ആണെങ്കിൽ കാണാൻ പറ്റും. ഓക്കെ, നമുക്കിവിടെ വന്നു കഴിഞ്ഞു. നമുക്ക് ഇഷ്ടമുള്ള അടുത്തത് പേസ്റ്റ് ചെയ്യാം. നമുക്ക് പഴയത് വേണ്ട, നമ്മൾ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ഇതിനിപ്പോ റൊട്ടേഷൻ മാറിയാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ 90 ഡിഗ്രി ആയിട്ട് മാറ്റിയത്. നമ്മൾ 3 അടിച്ചു നോക്കി ഇത് എങ്ങനെയാണ് പ്ലേസ് ആയിരിക്കുന്നത്. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള പൊസിഷനാണ് വന്നേക്കുന്നത്. സെന്റർ ചെയ്ത് വെക്കാം. സെന്റർ ചെയ്ത് വെച്ചു. വീണ്ടും 3 അടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും കൃത്യമായിട്ട് വന്നേക്കുന്നത്. ചില കേസിൽ ചിലപ്പോൾ IC ഇച്ചിരി ഓഫ്സെറ്റ് ആയിട്ടായിരിക്കുന്നത്, -2 ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ നമുക്കത് മാറ്റാനായിട്ട് എന്ത് ചെയ്യാം? ഇപ്പൊ ഇങ്ങനെയാണ് വന്നേക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ സ്റ്റാൻഡ് ഓഫ് ഹൈറ്റ് പ്രോപ്പർ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ ഇത് കൃത്യമായിട്ട് വരും. ഇത് ഡിസൈൻ പ്രോപ്പർ ആയത് നമുക്ക് കുഴപ്പമില്ല. ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് 1 സ്ഥലത്ത് തന്നെ വെച്ചു. എല്ലാം സെറ്റ് ആയിട്ട് നമുക്ക് 3D ആയിട്ടുണ്ട്. നമുക്ക് സേവ് ചെയ്യാം. ഇനി ഇത് നമുക്ക് എവിടെ കാണാൻ പറ്റും? ഇവിടെ ഞാൻ സ്കീമാറ്റിക് സിമ്പിൾ ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് അവിടെ വരാതെ. നമുക്ക് 3D ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇത് സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ സ്കീമാറ്റിക് സിമ്പിൾ ഇനി അവിടെ ആഡ് ചെയ്താൽ മതി. നമുക്ക് ഏതെങ്കിലും സ്കീമാറ്റിക് സിമ്പിൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂ കൊടുത്തിട്ട് ആഡ് ചെയ്താൽ മതി.
അതായാലും ഞാനിപ്പോൾ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു സർക്യൂട്ടില് PCB സ്കീമാറ്റിക് വരയ്ക്കാൻ പഠിച്ചു, PCB വരയ്ക്കാൻ പഠിച്ചു. ഇനി നമ്മുടെ ഇഷ്ടാനുസരണമുള്ള ഫുട് പ്രിന്റ് ലൈബ്രറി ക്രിയേറ്റ് ചെയ്യാനും സ്കീമാറ്റിക് ലൈബ്രറി ക്രിയേറ്റ് ചെയ്യാനും പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് മാർക്കറ്റിൽ ഒരു പാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരു പാർട്ടുണ്ട്, അത് സോൾവ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അതിന്റെ ഫുട് പ്രിന്റ് ഉണ്ടാക്കണമെങ്കിലോ എല്ലാം നമ്മൾ പഠിച്ചു. അപ്പൊ ബേസിക് കാര്യങ്ങളിൽ നിന്നും കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളോട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ക്ലാസ് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടുള്ള ഡിസൈനിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.